തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വാർത്തകളിലേക്ക് കൂടി പോകാം. കേരളം തദ്ദേശ പോരിലേക്ക്. BJP കോഴിക്കോട് കോർപ്പറേഷൻ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചു. BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനാണ് കോഴിക്കോട് കോർപ്പറേഷനിലെ BJPയുടെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയത്. 45 സീറ്റിലെ സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചത്. മഹിളാ മോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷ നവ്യ ഹരിദാസ് കാരപ്പറമ്പിൽ മത്സരിക്കും. അനഘ ഹർഷൻ ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകും. അനഘ, തിരുവനന്തപുരം കോർപ്പറേഷൻ പോലെ തന്നെ BJP ഒരുപക്ഷെ വളരെ സുപ്രധാനമായ ഒരു ശക്തിയായി, നിർണായക ശക്തിയായി മാറാൻ സാധ്യതയുള്ള മറ്റൊരു കോർപ്പറേഷനാണ് കോഴിക്കോട് എന്ന് പറയുന്നത്. അവിടെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കുന്നത് BJPയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനാണല്ലോ. ഈ സ്ഥാനാർത്ഥി പട്ടികയുടെ ഒരു പൂർണ്ണ രൂപം എന്താണ്? ഒപ്പം നവ്യ ഹരിദാസ് മത്സരിക്കുന്ന വാർഡിനെ പറ്റി കൂടി പറയും. ഗൗതം, കോഴിക്കോട് കോർപ്പറേഷനിൽ 76 ഡിവിഷനാണുള്ളത്. ഇതിൽ 45 ഡിവിഷനിലേക്കുള്ള കോഴിക്കോട് കോർപ്പറേഷനിലെ സ്ഥാനാർത്ഥികളെയാണ് BJP ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ വിജയ പ്രതീക്ഷയുള്ള സ്ഥാനാർത്ഥികളെ അല്ല പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതായത് വിജയിക്കുമെന്ന് ഉറപ്പുള്ള സ്ഥാനാർത്ഥി പ്രഖ്യാപനമാണ് BJP ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. BJP മുൻ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള കെ സുരേന്ദ്രനാണ് ഈ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കാരപ്പറമ്പിൽ മത്സരിക്കുന്നത്, കോഴിക്കോട്ടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇടമാണ് കാരപ്പറമ്പിൽ മത്സരിക്കുന്നത് മഹിളാ മോർച്ച സംസ്ഥാന അധ്യക്ഷയായിട്ടുള്ള നവ്യ ഹരിദാസ് ആണ്. BJP ഏറെ പ്രതീക്ഷയോടെ നോക്കിക്കാണുന്ന ഒരു സ്ഥലം കൂടിയാണ് കാരപ്പറമ്പ്. അത്തരത്തിൽ ഈ കോഴിക്കോടിനെ സംബന്ധിച്ച് കൃത്യമായി കോഴിക്കോടിന്റെ ഒരു പൾസ് അറിയുന്ന രീതിയിൽ തന്നെയുള്ള ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനം തന്നെയാണ് നിലവിൽ നടന്നിരിക്കുന്നത്. നമുക്കറിയാം, 45-ലധികം വർഷത്തോളം കോഴിക്കോട് കോർപ്പറേഷൻ അത് കുത്തകയായി ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഇടതുപക്ഷമാണ്. ആ ഇടതുകോട്ടയ്ക്ക് ഇത്തവണ കൃത്യമായ ഒരു പ്രഹരമേൽപ്പിക്കാനുള്ള മുന്നൊരുക്കം BJPയുടെ ഭാഗത്ത് നിന്ന് നേരത്തെ തന്നെ ഉണ്ടായിട്ടുണ്ട്. അത് കണക്കിലെടുത്തുകൊണ്ടുള്ള സ്ഥാനാർത്ഥികളാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. നേരത്തെ കോഴിക്കോട് 7 കൗൺസിലർമാർ BJPക്ക് ഉണ്ടായിരുന്നു. 23ഓളം സ്ഥലങ്ങളിൽ BJP രണ്ടാമതായിരുന്നു. ആ 23 സ്ഥലങ്ങളിൽ ഇത്തവണ കൃത്യമായി തന്നെ രണ്ടാം സ്ഥാനത്ത് നിന്ന് ഒന്നാം സ്ഥാനത്തേക്ക് എത്തുക, കോഴിക്കോട് കോർപ്പറേഷനിലെ ഒരു നിർണായക ശക്തിയാവുക, കോഴിക്കോട് കോർപ്പറേഷൻ പിടിക്കുക, അതിനുള്ള സജ്ജീകരണങ്ങളാണ് നടക്കുന്നത് എന്നതാണ്. ഇതിൽ കഴിഞ്ഞ കൗൺസിലർ, അതായത് നിലവിൽ കൗൺസിലറായിട്ടുള്ള ഈ റനീഷ് പൊറ്റമ്മൽ എന്ന സ്ഥലത്ത് റനീഷ് നിൽക്കുന്നുണ്ട്. അതുപോലെ മുൻ കൗൺസിലറായിരുന്ന നമ്പടി നാരായണൻ തുടങ്ങി കൃത്യമായിട്ട് മുൻ കൗൺസിലർമാർക്ക് കൃത്യമായിട്ടുള്ളൊരു മത്സരിച്ച് വിജയിച്ചവർക്ക് കൂടി ഒരു സീറ്റ് BJP കൊടുത്തിട്ടുണ്ട്. അങ്ങനെ 45 ആദ്യഘട്ടത്തിൽ 45 സീറ്റാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ബാക്കി ഉള്ള സ്ഥാനാർത്ഥികളെ ഉടൻ പ്രഖ്യാപിക്കുമെന്നാണ് കെ സുരേന്ദ്രൻ പറഞ്ഞിരിക്കുന്നത്. നിലവിൽ കൃത്യമായി തന്നെ കൃത്യമായിട്ടുള്ള ഒരു നീക്കമാണ് BJPയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. നേരത്തെ BJP സിറ്റി ജില്ലാ പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഇത്തവണ കൃത്യമായി വിജയപ്രതീക്ഷയുള്ള സ്ഥാനാർത്ഥികളല്ല, വിജയിക്കുമെന്ന് ഉറപ്പുള്ള സ്ഥാനാർത്ഥികളെ തന്നെയാണ് BJP ഗോദയിലേക്ക് ഇറക്കുക എന്നുള്ളതാണ്. ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വരുമ്പോൾ നമുക്കത് കൃത്യമായി തന്നെ മനസ്സിലാക്കാം. 45 കരുത്തരായിട്ടുള്ള സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കൃത്യമായി പലയിടങ്ങളിലും ജനങ്ങളുടെ പൾസ് അറിയുന്ന, അവർക്കൊപ്പം നിൽക്കുന്ന സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്ന് മറ്റൊന്ന്. അതായത് കൃത്യമായ സ്ഥാനമാനങ്ങളൊന്നും വഹിക്കാത്ത, ഇവിടെയുള്ള ഓരോ സാധാരണക്കാരനെ കുറിച്ചും ഓരോ വാർഡിനെ കുറിച്ചും അവരുടെ പ്രശ്നങ്ങളെ കുറിച്ചും അറിയുന്ന അവരെയാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ മേയർ സ്ഥാനാർത്ഥി അടക്കമുള്ള വരും ദിവസങ്ങളിൽ കൃത്യമായി മറ്റ് അടുത്ത ഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനം കൂടി ഉണ്ടാകും എന്നാണ് കെ സുരേന്ദ്രൻ പറഞ്ഞിരിക്കുന്നത്. ഗൗതം, കോഴിക്കോട് കോർപ്പറേഷനിൽ BJP ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കിയിരിക്കുന്നു. BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനാണ് ഈ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്. മഹിളാ മോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷ നവ്യ ഹരിദാസ് ഉൾപ്പെടെയുള്ളവർ ഈ സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം നേടിയിട്ടുണ്ട്. നവ്യ നിലവിൽ സിറ്റിംഗ് കൗൺസിലർ കൂടിയാണ്. എന്തായാലും വരും ദിവസങ്ങളിൽ മേയർ സ്ഥാനാർത്ഥിയെ ഉൾപ്പെടെ പ്രഖ്യാപിക്കും എന്നാണ് അനഘ ഹർഷൻ കോഴിക്കോട് നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇനിയും